സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ് കോടതി ഉത്തരവും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവും മറികടന്ന അനധികൃത നിർമ്മാണം. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണം നടത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് സീൽ ചെയ്ത ഉടുമ്പൻചോല മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് തുറന്ന ഉടമ നിർമ്മാണം തുടർന്നാൽ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്ന ഹൈക്കോടതിയുടെ താക്കീതും മറികടന്നാണ് നിർമ്മാണവും പ്രവർത്തനവും തുടരുന്നത്. തുറന്നു പ്രവർത്തിക്കുന്നുവെന്ന വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയെടുക്കാതെ തഹസിൽദാർ. റിപ്പോർട്ടിന്റെ പകർപ്പ് സിറ്റി വിഷനിൽ ലഭിച്ചു. കോട്ടയം സ്വദേശിയായ ബിപിൻ വിജയകുമാർ എന്ന ആളാണ് മാൻകുത്തിമേട്ടിൽ വനാനി കാരവാൻ പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇയാൾ വില കൊടുത്തു വാങ്ങിയ ഭൂമി കൂടാതെ സമീപത്തുണ്ടായിരുന്ന സർക്കാർ ഭൂമി കയ്യേറിയതായി കണ്ടെത്തിയതോടെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. ഒരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവും നിലനിൽക്കുകയാണ്. 2024 മെയ് 13 റവന്യൂ വകുപ്പ് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കാരവാനുകൾ സീൽ ചെയ്യുകയും ഗേറ്റ് പൂട്ടി സർക്കാർ വക സ്ഥലമെന്ന ബോർഡും സ്ഥാപിച്ചു. എന്നാൽ എല്ലാ ഉത്തരവുകളും ലംഘിച്ച റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ബോർഡ് എടുത്തുമാറ്റി സീൽ ചെയ്ത കാരവാനുകൾ തുറന്ന് പ്രവർത്തിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ. കോടതി ഉത്തരവ് നിലനിൽക്കുകയാണെന്നും തുറന്ന് പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ലെന്നും ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസർ നൽകിയ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, സീൽ ചെയ്ത കാരവാനുകളടക്കം തുറന്നതായും ഏറ്റെടുത്ത ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ് മാറ്റിയതുമായുള്ള റിപ്പോർട്ടും വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ നടപടി സ്വീകരിക്കുവാൻ തഹസിൽദാർ തയ്യാറായിട്ടില്ല. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചത് മാത്രമല്ല, വില കൊടുത്തു വാങ്ങിയെന്ന് പറയപ്പെടുന്ന പട്ടയഭൂമിയുടെ പട്ടയം സംബന്ധിച്ചും അവ്യക്തതകൾ നിലനിൽക്കുന്നു. ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുവാനും സർക്കാരിന്റെ ഉത്തരവിലും നിർദ്ദേശമുണ്ട്. തൽസ്ഥിതി തുടരണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചതിന് കേസെടുക്കണമെന്ന് കാണിച്ച് ഉടുമ്പൻചോല പോലീസിനും റവന്യൂ വകുപ്പ് കത്ത് നൽകിയിരുന്നു. എന്നാൽ നടപടി സ്വീകരിക്കാൻ പോലീസും തയ്യാറായിട്ടില്ല. ചില ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് കോടതിയെ പോലും വെല്ലുവിളിച്ച് വനാനി കാരവാൻ പാർക്ക് തുറന്ന് പ്രവർത്തിക്കുന്നത്. സിറ്റി വിഷൻ ഉടുമ്പൻചോല. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകളിൽ നിന്നും കാരവാൻ പാർക്ക് അനധികൃതമായി പ്രവർത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അശ്വതി, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകളടക്കം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത്തരത്തിൽ യാതൊരുവിധ അനുമതിയുമില്ലാതെ കോടതിയുടെ ഉത്തരവും ഒപ്പം തന്നെ സർക്കാർ ഉത്തരവുകളും ലംഘിച്ചുകൊണ്ട് ഈ കാരവാൻ പാർക്ക് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് വില്ലേജ് ഓഫീസർ ഇത്തരം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ വില്ലേജ് ഓഫീസർ താലൂക്കിലേക്ക് അത് തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ അനധികൃതമായി തന്നെ ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതായി കാണുന്നു. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് മുമ്പ് സ്ഥാപിച്ചിരുന്ന ബോർഡ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. സീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന കാരവാനുകൾ തുറന്നിട്ടുള്ളതായി കാണുന്നു. ഇതിന്റെ എല്ലാം ചിത്രങ്ങളടക്കം വെച്ചുകൊണ്ടായിരുന്നു വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം താലൂക്കിൽ നിന്ന് ഇല്ലെങ്കിൽ തഹസിൽദാരുടെ ഭാഗത്തു നിന്ന് ഒരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ കാരവാൻ പാർക്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള കയ്യേറ്റം കണ്ടെത്തുകയും തുടർന്നുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ ബിപിൻ വിജയകുമാർ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഈ ഹൈക്കോടതിക്ക് ഇത് കയ്യേറ്റമാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. പിന്നീട് ഈ കയ്യേറ്റം ഒഴിപ്പിച്ച് ഏറ്റെടുക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നു. അതിനുശേഷം വീണ്ടും അവിടെ നിർമ്മാണം നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മനസ്സിലാക്കുകയും കോടതിയിൽ അറിയുകയും ചെയ്തതോടെ കോടതി കൃത്യമായിട്ടുള്ള താക്കീത് ഈ ബിപിൻ വിജയകുമാറിന് നൽകുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യ നടപടിയായി കണക്കിലാക്കിക്കൊണ്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതായി വരുമെന്ന താക്കീത് കോടതി നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ റവന്യൂ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഈ കാരവാനുകൾ, ഈ കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കാരവാനുകൾ പൂട്ടി സീൽ ചെയ്യുകയും ഒപ്പം തന്നെ ഇവിടേക്ക് ഇറങ്ങിപ്പോകുന്ന ഗേറ്റ് പൂട്ടുകയും ആ ഗേറ്റിന് മുൻവശത്തായി സർക്കാർ വക ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ച് മടങ്ങുന്നത്.
തൽസ്ഥിതി തുടരണം എന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ മറ്റൊരുവിധ നടപടിയിലേക്കും പോകുവാനുള്ള അനുവാദം ഈ പറയപ്പെടുന്ന ബിപിൻ വിജയകുമാറിനില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു ദിവസം ഈ സ്ഥാപിച്ചിരുന്ന ബോർഡ് എടുത്തു മാറ്റുകയും ഒപ്പം തന്നെ സീൽ ചെയ്തിരുന്നതെല്ലാം തുറന്നുകൊണ്ട് ഇത് പ്രവർത്തനം ആരംഭിക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ഈ ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസറോട് ചോദിച്ചതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. കോടതിയുടെ ഉത്തരവ് ഇതുവരെ നീങ്ങിയിട്ടില്ല. ആ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് നിലനിൽക്കുകയാണ്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വില്ലേജ് ഓഫീസറുടെ വിവരാവകാശ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് സർക്കാർ ഭൂമിയിലെ ചെറിയൊരു കയ്യേറ്റം, അവിടെ നടത്തിയിരിക്കുന്ന ഒരു അനധികൃത നിർമ്മാണം മാത്രമല്ല, ഈ ഉടമയുടെ പേരിലുള്ള പട്ടയത്തിൽ നിലവിൽ വിലയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഈ പട്ടയത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ നിലനിൽക്കുന്നതായി റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ആ വിഷയത്തിൽ ഇടപെടുകയും ഈ പട്ടയത്തിന്റെ നടപടികൾ കൃത്യത പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. കാരണം LA നമ്പറുകളിൽ വ്യത്യാസമുണ്ട്, സർവേ നമ്പറുകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പട്ടയം വ്യാജ ഉണ്ടാക്കിയതാണോ എന്നുള്ള സംശയം പോലും റവന്യൂ വകുപ്പിന് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഒരു ഘട്ടത്തിൽ പോലും തുറക്കുവാനോ ഇല്ലെങ്കിൽ അവിടേക്ക് പ്രവേശിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ നിയമങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നാലും ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ ഒത്താശയില്ലാതെ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനവും ഇല്ലെങ്കിൽ ഇത് തുറന്നു പ്രവർത്തിക്കുന്നതുമായി മുമ്പോട്ട് പോകുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പിന്റെ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അശ്വതി, വ്യക്തമാണ് സന്ദീപ് രാജക്കാട്. വഴിയോരത്തെ പെട്ടിക്കട പോലും വെക്കാൻ കഴിയാത്ത നിയമം നിലനിൽക്കുന്ന നാട്ടിലാണ് കോടതി ഉത്തരവും കാറ്റിൽ പറത്തി കാരവാൻ പാർക്ക് പ്രവർത്തിക്കുന്നത്.